ദർബാംഗ ഇന്നേ കൊലപ്പൊടി. ഹലോ ഫ്രണ്ട്സ്, ഏകദേശം ഒരു 2 മാസമായിട്ടാണ് വീഡിയോ ചെയ്യാതെ. ഏകദേശം ഒരു 60 ദിവസത്തിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാതെ. 60 ദിവസത്തിന് മുകളിലായിട്ടുണ്ടാവും. വേറെ ഒന്നുമല്ല, ശബരിമല യാത്രയിലായിരുന്നു. ഫുള്ള് ഭക്തി മാർഗം. ഭക്തിയാണ് ഇവൻ, ഭക്തി ആയതുകൊണ്ട് ഇവനും ഭക്തിയായി നമുക്ക് കുറ്റായിട്ടില്ല. കാണാതെ വേറെ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ അറിയില്ല. എനിക്ക് ഇവരില്ലാതെ വീഡിയോ ചെയ്യാൻ പറ്റില്ല, എന്താണെന്ന് അറിയില്ല. 2 മാസത്തിന് ശേഷം വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയാണ്. എൻ്റെ മനയിലേക്ക് സ്വാഗതം. ഗൈസ്, ഇന്ന് നമ്മുടെ അതിഥി വിശാഖ മോഹനൻ, പ്രശസ്ത എന്താ പറയാ റീലിനെ പറ്റി. ഒരു ഇടവേളയ്ക്ക് ശേഷമുള്ള ഒരു പുതിയൊരു തുടക്കമാണ്. അപ്പോൾ നല്ല വരും 2 മാസം എങ്ങനെ പിടിച്ചത്. 2 മാസം എല്ലാ ഫാൻസൊക്കെ ഒരുപാട് ഇറിറ്റേറ്റ് ആയി ഒരുപാട് ചോദിച്ചു, നിങ്ങളുടെ റീലൊന്നും കാണാറില്ല, എന്താണ് അവസ്ഥ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ ഒരു തിരിച്ചുവരവുണ്ട്, വളരെ ശക്തമായൊരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കും എന്ന് എല്ലാവരും പറഞ്ഞത്. നമ്മൾ ഇതാണ് എൻ്റെ കാറ്. വെല്ലുമേനെ കോണ്ടാക്ട് ചെയ്തു. അല്ല, അങ്ങനെ മേടിച്ച കാറാണ്. വീട് കെട്ടി കാറിന് ശരത് കുമാർ മറ്റേ ഇത് വിളിച്ചു. മറ്റേ മിഥുന സിനിമയില് പായിൽ കൊണ്ടുവന്നില്ലേ, ഞാനും ശരത്തും പായിൽ കൊണ്ടുവന്നേ. ആരാ? ജിഷ്ണുവിനെ കടത്തിട്ട് കൊണ്ടുവന്നു. ജിഷ്ണു പെണ്ണ് വേഷം കെട്ടിക്ക. അപ്പൊ നീ മറ്റേ ബാക്കിൽ പിന്തുടരണം. കണ്ടത്തില്ലേ ലേറ്റ് ആയിട്ട് വരുന്നവൻ എപ്പോഴും ഇങ്ങനത്തെ റോൾ തന്നെ. ഒന്നെങ്കിൽ പായില് അല്ലെങ്കിൽ സാരി എടുക്കണം. പാർട്ടിസിപ്പേറ്റ്. ഞാനെപ്പോഴും ഇവിടെ ഇല്ലാണ്ട് ഞങ്ങൾക്ക് മെയിൻ റോളാണ് ഗൈസ്. ഡീസന്റ് മേനോൻ നമ്പ്യാർ. അത് വിട്ടിട്ടൊരു കളിയില്ല. രാവിലെ ഏറ്റവും ഫസ്റ്റ് അടിയെത്തുന്ന അവർക്ക് നല്ല റോള്. വൈത് വരുന്നപ്പോഴേക്ക് പെണ്ണാവും, ശാപമാവും. ചിലപ്പോ നിക്കറിട്ട് നിൽക്കേണ്ടി വരും. നിക്കറിട്ടിട്ട് മറ്റേ സാരി എടുക്കേണ്ടി വരും. ഭരണി ഹൃദയം നീ ഇത് വിട്ടിട്ട് എൻ്റെ ഹൃദയമാണ് ഗൈസ്. ബാറ്റിനെക്കുള്ളിൽ ഉപ്പിലിട്ട് വെച്ചത് ഞാൻ പണ്ടെപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ എടുത്തിട്ടില്ല. സമീപിക്കുക, എടുക്കണമെന്നുണ്ട്. പൊട്ടിച്ചിട്ട് 15 2ാം ടേക്ക്. ചില അഭിനയങ്ങൾ കുറച്ചായില്ലേ ഞങ്ങളങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. പൊക്കിയ അത് ഇങ്ങനെ കാണിച്ചേ. ഓക്കെ സാധനം സെറ്റ്. സിമ്പിൾ. ഇട്ടൊന്നു പൊക്കിയ കട്ടിറ്റ്. ഓന് പറയണം, ഇവനെ വിളിച്ചു, ആ പേര് പറയണം. അപ്പൊ നീ പൊക്കിയോ കാണിച്ചു കൊടുക്കും. പൊക്കി എന്ന് പറഞ്ഞാൽ ആശ്ചര്യമല്ലേ? അല്ല, പൊക്കി പറയുമ്പോൾ നമ്മൾ അറിയാത്ത കണക്ക് സാധനം കൊടുത്തിട്ടില്ലേ പൊക്കി എന്ന് പറയുന്നത്. അതിലൊരു കാണിച്ചേ പൊക്കിയ ആ സാധനം കുറച്ച് വെള്ളം ഒഴിച്ചോടേക്ക്. ഇത് വെള്ളത്തിനൊന്നും വെള്ളമൊന്നും ആവശ്യമില്ലാത്ത ശരിയാണ്. ഇത് മെയിൽ വേണം. കണ്ട 2000 സ്ക്വയർ ഫീറ്റ് ബെഡ്റൂം, അതിൽ ജിതിമ്പേടെ ഒറ്റ. ഇവനിപ്പോ പോകണ്ട, ഇവന് ഒരു പെണ്ണ് വേണം ഗൈസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. ജോലിയുണ്ട്, സമ്പന്നനാണ്, തോട്ടം, കാണാൻ സുന്ദരൻ, സുമുഖൻ. എൻ ഹൃദയത്തിൻ ചന്ദനവാതിൽ
നിനക്കായി മാത്രം തുറക്കാം ഞാൻ, നിനക്കായി മാത്രം തുറക്കാം ഞാൻ. പഴയൊരു എന്താ മോനെ ഞാൻ പറയാം എനിക്കൊന്ന് എൻ്റെ റൂമിലൊക്കെ ഇതൊക്കെയാണ് വിളിക്കാറ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോ ഇങ്ങനെ അടിക്കോ? അത് സമയം എന്ത് അത് മറ്റേ സ്മെല്ല് വരാൻ റൂമിലേക്ക്. ഇല്ല ഞാൻ അടിക്കണം. കണക്ക് അതേടാ ഇല്ല ഔപ്പാ ഇല്ല ഇങ്ങനെ പറഞ്ഞാവുന്നില്ല ഇത് കണക്കായില്ല. അന്ന് ജിഷ്ണു ചതിച്ചു ഗൈസ്. വിഷ്ണു കാഞ്ഞങ്ങാട് ജിഷ്ണു വരുന്നുണ്ട്. കാഞ്ഞങ്ങാടാ ഇടയില്? കാഞ്ഞങ്ങാട് ഓ വരുന്നുണ്ട്. ഓൻ വരാറൊന്നും നടക്കില്ലടാ ശരിക്കും പറഞ്ഞെങ്കിൽ. ഇതൊന്നും ചെയ്യാൻ കുറച്ച് വലിയ മാക്സി ഉണ്ടോ നോക്കുന്നത് ഞാൻ. ജിഷ്ണു വരാതെ ഷൂട്ട് മുമ്പോട്ട് പോകില്ല ഗൈസ്. നല്ലോണം ഒട്ടണ്ട മംഗളം കഴിക്കാനുള്ളത്. ജിഷ്ണു എവിടെയോ ഐസ്ക്രീം പാർലറിലോ മറ്റുണ്ട് അവിടെ പോ ഇങ്ങനെ മറ്റേ സൂരാജില്ലേ മറ്റേ ചോട്ട മൊബൈല് സിംഗിൾ റെഡി ടു മിങ്കിൾ. ഹായ് ഗൈസ്, ഋഷിരാജ് സിംഗ് എത്തി ഗൈസ്. ആരാ ഗൈസ് ഇത്? ഋഷിരാജ് സിംഗ് ആരാ ഗൈസ്? പറ. കൊത്തരാജു റീല് എങ്ങനെയുണ്ട് ഇന്ന്? എങ്ങനെ റീല് നമ്മ 1 മാസം കാലത്തോളായി റീലാക്കാതെ. അപ്പൊ അതിന് വേണ്ടതല്ല നമ്മ ഇന്ന് പരിശ്രമിക്കുന്ന ആണ്. എന്നിട്ട് നീ എത്ര മണിക്ക് എത്തിയത്? 1 മണി. എത്ര മണിക്ക് വരാൻ പറഞ്ഞു? 2 മണി. ഇപ്പൊ എത്ര മണിക്ക് വരാൻ പറഞ്ഞേ? വരാൻ പറഞ്ഞു. ഇത്ര ദിവസം ആദൂർ പെരിങ്കളിയാട്ടായിരുന്നു. നീ പരിശ്രമിക്കുന്നത്. കുറച്ച് തിരക്കായിരുന്നു പെരിങ്കളിയാട്ടത്തിന് തിരക്കായിരുന്നു. ജിതിമ്പടത്തിന് ഇതുവരെ കാണാൻ എന്റെ കുറെ കാണാതെ ഇന്ന് കണ്ടു ഗെയ്സ്. എസ് കെ കുമാറിനെ കണ്ടിരി. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ വണ്ടിയിൽ പോകുമ്പോ കാണുന്നത്. ഇത് കാമനം തറവാട്, ഇത് ജിതിമ്പടത്തിന്റെ പഴയ വീട്, അപ്പുറത്തെ പുതിയ വീട്. What a present surprise, Rishraj! Hi. എന്റെ ജിഷ്ണു പോകലടാ. നീ അടിക്കണ്ടടാ മറ്റേ ചായ. എന്ത് സംഭവം എന്ന് വെച്ചാല് മന്തിയല്ലേ നീ കഴിച്ചോ? എന്നിട്ട് ഞാൻ കട്ടാക്കി ക്യാമറ ഒക്കെ പറയും അവളുടെ നനുത്ത പാദങ്ങൾ. എനിക്കതല്ല പ്രശ്നം, ഈ മുണ്ടൊന്നും ശരിക്കും ഉടുക്കാൻ പറ്റില്ലല്ലോ കർത്താവേ. ആഴ്ചയിൽ ഒരിക്കൽ മുണ്ടെടുക്കണമെന്ന് മുഖ്യമന്ത്രി തീർത്തു പറഞ്ഞു. ബാറുള്ളോടത്തോളം കാലം ഒരു ഡബിൾ മുണ്ട് ഒറ്റയ്ക്ക് ഒരാൾ കിട്ടാൻ പറ്റില്ല. എന്റെ ദൈവമേ. ഗെയ്സ്, നമ്മൾ അതിസാഹസ്യമായി ഇതാ റീലെടുക്കണ്ടേ. റീലാണില്ല, ഇത് നോക്ക് ഗെയ്സ്. എന്നെ ഒരു മരത്തിൽ കയറ്റി ഗെയ്സ്, മരത്തിൽ കയറ്റി. മരത്തിൻ്റെ മുകളിലുണ്ട് ഗെയ്സ്. എനിക്ക് ഫോണൊന്നും പിടിക്കാൻ കഴിയുന്നില്ല, തലയിൽ തിരിഞ്ഞു ഗെയ്സ്. ഇതെങ്ങനെയല്ല ആയിടാ. നമ്മളിപ്പോ ജിതിമ്പടത്തിന്റെ തറവാട്ടിലുണ്ട് ഗൈസ്. കരിച്ചേരി ജിതിമ്പടം വന്നില്ല. എന്താന്ന് അത് അടക്കടന്നിട്ട് ഇപ്പൊ അവർ കളി നോക്കുന്നുണ്ടാവും. അതിനാ സാധ്യത. ISL എന്തെങ്കിലും ഉണ്ടാവും ചിലപ്പോ. അതുണ്ടെങ്കിൽ പിന്നെ ഇന്ത് തറവാട് പറഞ്ഞ കാര്യമില്ല. നാളെ രാവിലെ വരുമായിരിക്കും അല്ലേ? കിടക്കുന്നില്ല, ഓനവിടെ വീട്ടില് ആടാട്ടം നോക്കിട്ട് ഒരു കിടന്നു കിടക്കും. അങ്ങനെ തറവാടൊന്നുമില്ല കൈ. ബായോക്കാന്ന് അറിഞ്ഞിട്ട് വരുന്നു. ബായോ ഒക്കെ കൈയല്ല തറവാട്. എന്നാൽ നമുക്കുള്ളൊരു ഹോപ്പ് ഉണ്ടാവും. അച്ഛൻ്റെ തറവാട്ടിലൊന്നും ആരെങ്കിലും ഉണ്ടാകുന്നില്ല. ഒരു ഓരങ്ങനത്തെ ഒരു ഹോപ്പില്ല. ഇതാണ് ഗൈസ് ജിതിമ്പടത്തിന്റെ കരിച്ചേരി തറവാട്. പൊട്ടം തെയ്യം വെച്ചിട്ടാണോ ഞാൻ ഓനാടെ വീട്ടില് കിടന്നുറങ്ങുന്നത്? ഓനെന്ത് പോട്ടാൻ തെയ്യം? എന്താണ് ഞാൻ പറഞ്ഞേ,
ഈ മേലേരി ഇങ്ങനെ തീ ഇങ്ങനെ കൂട്ടിയെങ്കിൽ മുരിങ്ങാക്കോലെല്ലാം പാടിയത്. മുരിങ്ങാക്കോല നിങ്ങൾക്ക് കണിക്കൊന്ന പിടിച്ചിട്ടുണ്ട്. ഓവറത്തെ കണിക്കൊന്ന മുരിങ്ങാക്കൊമ്പിൽ എങ്ങനെ ആര് കണിക്കൊന്ന പിടിച്ചു? രണ്ടാമതാണ് ആ പൂ വേണ്ടത്. സംഭവം ഇവന് മുരിങ്ങാക്കോലിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. ഇപ്പൊ എന്തുണ്ടെങ്കിലും ഒരു മുരിങ്ങാക്കോലായിട്ട് തോന്നും. മുരിങ്ങാക്കോലായിട്ട് തോന്നും. എടുക്കാൻ സാധ്യതയില്ല. സമയം പറഞ്ഞ രാത്രിയായി. വിദേശത്തായിരിക്കോ? ഹലോ ഹലോ, നീയല്ല ഒരു എന്ത് മരിച്ചടാ നീയല്ലോ. സ്വന്തം തറവാട്ടിൽ ഇങ്ങനെ തെയ്യം വെച്ചിട്ട് അത് ഇത്ര അടുത്തില്ല തറവാട്ടിലേക്ക് വരാണ്ടിരിക്കാൻ തോന്നുന്നത്. എന്റെ മനസ്സെന്തിറാ എന്ത് ഊക്കെന്താ പിന്നെ എന്തിടാ ഈ ഒരു തറവാടല്ലേടാ. നാളെ രാവിലെ നീ വന്നാ മതി. ഞങ്ങൾ ഇതില്ല, നമ്മില്ല, ഞാൻ വരില്ല. എനിക്ക് വന്നൂടെടാ. ഇത്ര അടുത്തല്ലേടാ നീ. ഇപ്പൊ വാ തെയ്യാന്നത്ര. 2 കൊല്ലത്തിൽ ഒരിക്കലില്ല തെയ്യോ. അതിന് വരാൻ കഴിയുന്നില്ലെങ്കിൽ നീ ഏനല്ലോ മനുഷ്യനാ. പിന്നെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട് ഇടാ. ഞാൻ എല്ലാരോടും പറഞ്ഞു ജിതിമ്പടം വന്നിട്ടാണ്. കച്ചേരിക്കാരോട് എല്ലാരോടും പറഞ്ഞു ജിതിമ്പടം വന്നിട്ടാണ്. എടാ ജിതിമ്പടം വന്നിട്ടാ. ജിതിമ്പടം ചെറ്റാണ് ഗൈസ്. ഇതിപ്പോ കിട്ടിയിട്ടുണ്ടാവും ഗൈസ്. വ്ളോഗിലെടുത്തു നിന്ന ഇതങ്ങനെയാണ്. ഞാൻ എല്ലാം തെറി വിളിച്ചാൽ അടക്കണം. ഞാനിടും വേണ്ട. ഒന്നും കൂടി വിളിക്കേണ്ടി വരൂടാ. അപ്പൊ നീ എന്താ ആദ്യം അതിന് മിണ്ടാതെ നാണക്കടായ? എന്റെ പേരെന്തിയ? ഈ മാമന വീടെല്ലാം കാണലുണ്ടോ? അപ്പൊ എന്നിട്ട് അങ്ങാടെ ദൂരം വരും നോക്കിയേ ഫോണില്. തെയ്യത്തിന്റെ വീഡിയോ തെയ്യത്തിന്റെ വീഡിയോ ഇഷ്ടം, മറ്റേ റീലാക്കുന്ന വീഡിയോ ഇഷ്ടം? ഇതാണ് റീലാക്കുന്നതാ. ജിതിമ്പടത്തിനറിയാം? ജിതിമ്പടത്തിനാ മാമൻ അറിയില്ലേ? യൂട്യൂബ് ചാനൽ അടിച്ചാ യൂട്യൂബ് ഫോളോ ആക്കുന്നുണ്ടാവും. സബ്സ്ക്രൈബ് ആക്കിട്ടാ ആക്കുന്നേ. ബെൽ ടിങ് ടിങ് ആക്കണ. സബ്സ്ക്രൈബ് ആക്കി. ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കുന്നേ. പേരെന്തിയ? ശ്രീയ. ഇതിന്റെ ആദ്യ ശ്രീയ സെറ്റ്. ഒരു തേ നോക്കടാ. ഇവിടെ വന്നു ഗൈസ്. ഇന്നലെ തറവാട്ടില് പോവാതെ ഇന്ന് എന്നെ കൂട്ടാൻ വന്നേ. ഓരൊറ്റക്ക് പോകാൻ കഴിയോ തറവാട്ടിലേക്ക്? അത് കുറച്ച് പോകാനൊരു വണ്ടി ശരിയില്ല. അപ്പോൾ രാത്രി ആണെങ്കിൽ ബൈക്കായെങ്കിൽ ഇപ്പം എന്നെ അൽബാക്കണ്ടേ? അൽബാക്കാൻ കഴിയില്ല നമുക്കത്. എന്താ പറയുന്നു? ചെയ്യ ചോറന് കൊടുത്തേ വിളിച്ച് ഇനി കണ്ണീരൊന്നും വേണ്ട. ചെമ്പടകം തറവാട്ടിലേക്ക് എത്തി. ഉച്ചക്ക് 2:30 ചോറയ്ക്കണം. എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ? ഫാൻ ബോയ് മൊമെന്റ്. അതോൻ മനസ്സിലായിട്ടേ
ഇതിമ്പടത്തിന്റെ എച്ചിൽ തറവാട്ടൻ ഗൈസ്. ഇന്നലെ രാത്രി എന്നെ പറ്റിച്ചു വരെ അറിഞ്ഞിട്ട്. ലാസ്റ്റ് നമ്മ മാത്രമേ ഉണ്ടായിട്ടു, ഞാനും ഈ സെക്കൻഡ് ഉണ്ടായിട്ടു. ചില സാങ്കേതിക കാരണങ്ങൾ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. എൻ്റെ സ്വാധീനത്തിന് പകരം അപ്പോൾ വിളിക്കാറുണ്ട് ഗൈസ് അപ്പുറം. ഇവിടെ നമ്മ 2 കുട്ടികളെ പരിചയപ്പെട്ടു. ശരത്കുമാറിന്റെ ഫാനാണ്. ഫാൻ ഒന്നും പറയല്ല, ഇതിനെന്ത് ഫാനല്ലേ? ഇവിടെ ഇന്നലെ തുടങ്ങിയ പണി കണ്ട, ഇപ്പോഴും പണി തന്നെ. ബാനം എന്താ കൊണ്ടാ പോട്ടാ, ബാനം ബാനം അറിഞ്ഞപ്പോ എന്താ വീഡിയോയിൽ കണ്ടിട്ട് അറിഞ്ഞിട്ട് ഇപ്പൊ നേരിട്ടാണ് പറയാതെ. എടാ വരത്തില്ല. എത്രയില്? 1 പഠിക്കുന്നതാ? ഇന്നില്ലേ ക്ലാസ്സില്ലേ? എന്താ പോകാത്തെ? നിന്റെ തറവാടോ ഇത്? നാട്ടിലായതുകൊണ്ട് പോവാത്തതാ? നല്ലത്. നീ ഫേമസ് ആയി, നിന്നെ സിനിമയിലെടുത്തു. എല്ലാവർക്കും അന്നദാനമുണ്ട്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ തറവാട്ടംഗങ്ങൾ എല്ലാം എൻ്റെ പെങ്ങന്മാരാണ്. പെങ്ങന്മാരെ കൊണ്ട് നിൽക്കുന്നുണ്ടാക്കാലോ. എന്റെ തറവാട്ടിലല്ലാതെ ഞാൻ തറവാട്ടിൻ്റെ അരമുണ്ടോ? ഞാൻ പറയുന്നു റോൾ ഷവർമ്മ